ഓം ചന്ദാകാരം ഭുജഗശയനം പത്മനാഭം ശ്രേഷ്ഠം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ശ്വാലനും യാദവരും തമ്മിലുള്ള യുദ്ധമാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത്. ശിവനെ തപസ് ചെയ്ത് പ്രത്യേകം ഒരു ആകാശ കപ്പല് ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്നും ശ്വാലൻ നേടി. അതുകൊണ്ട് ദ്വാരകയിലേക്ക് തന്നെ ആദ്യം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായിട്ടുള്ള ആ വിമാനം നേടിയ ഉടൻ തന്നെ ശ്വാലൻ ദ്വാരകയിലേക്ക് പറന്നു. കാരണം താൻ നിരന്തരം ശത്രുത പുലർത്തിയിരുന്ന യദുക്കളെ ആക്രമിക്കാനാണ് അത് നേടിയത് തന്നെ. വിമാനം നേടിയതിൻ്റെ തന്നെ മുഖ്യ ഉദ്ദേശം യാദവ കുലത്തെ മുടിക്കുക, പ്രത്യേകിച്ചും ശ്രീകൃഷ്ണനെ വധിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്രകാരം ആകാശത്തു നിന്ന് മാത്രമല്ല ശ്വാലൻ ദ്വാരകയെ ആക്രമിച്ചത്, വലിയൊരു കാലാൽപ്പടയുമായിട്ട് അയാൾ ദ്വാരകയെ വളയുകയും ചെയ്തു. കരയുദ്ധം കൂടി അതോടൊപ്പം തന്നെ തുടങ്ങി. ഭൂതലത്തിലെ ഭടന്മാർ നഗരത്തിലെ ഭംഗിയുള്ള പ്രദേശങ്ങളെ ആക്രമിച്ചു തുടങ്ങി. സ്നാനഘട്ടങ്ങൾ, നഗര കവാടങ്ങൾ, കൊട്ടാരങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള സൗധങ്ങൾ, നഗരത്തിന് ചുറ്റുമുള്ള വൻ മതിലുകൾ, വിനോദത്തിനു വേണ്ടി ആളുകൾ തിങ്ങിക്കൂടുന്ന മനോഹരമായ പ്രദേശങ്ങൾ എന്നിവയൊക്കെ അവർ ആക്രമിച്ച് നശിപ്പിച്ചു. അപ്പോൾ ദ്വാരകയെ ആക്രമിക്കാൻ നേരിട്ട് ചെന്നത് ശരിക്കും ശ്വാലനാണ്. കരയിലൂടെയും ആകാശമാർഗത്തിലൂടെയും രണ്ട് തരത്തിലാണ് യുദ്ധമുറകൾ ഉപയോഗിക്കപ്പെട്ടത്. അപ്പം ഇന്നത്തെ യുദ്ധമുറകളുമായിട്ട് താരതമ്യം ചെയ്താൽ കുറേയൊക്കെ ആധുനിക ആയിട്ടുള്ളൊരു യുദ്ധ സംവിധാനമാണ് ശ്വാലൻ ദ്വാരകയെ ആക്രമിക്കാൻ ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാം. കാരണം ആകാശമാർഗത്തിലൂടെയുള്ള ആക്രമണം പ്രത്യേക വിമാനത്തിലൂടെ, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദ്വാരകയിൽ ആക്രമണം നടത്തിയത് ശ്വാലനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രദേശങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള സൗധങ്ങൾ, നഗര കവാടങ്ങൾ, കൊട്ടാരങ്ങൾ, നഗരത്തിന് ചുറ്റുമുള്ള വൻ മതിലുകൾ, വിനോദത്തിന് വേണ്ടി ഭംഗിയാക്കി വെച്ചിരുന്ന മനോഹരമായ പ്രദേശങ്ങൾ, അവയൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചു. കാലാൾപ്പട ഈ വിധം 3 കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ തന്നെ ആകാശ വിമാനത്തിൽ നിന്ന് വലിയ പാറക്കഷ്ണങ്ങൾ, വൃക്ഷങ്ങളുടെ തായ്തടികൾ, വിഷപ്പാമ്പുകൾ, ഇടിത്തീകൾ തുടങ്ങിയ അനേക അപകടകരമായ വസ്തുക്കൾ വർഷിക്കാൻ തുടങ്ങി. ചുഴലിക്കാറ്റിനെ സൃഷ്ടിച്ച് അതിൽ നിന്നായിരുന്നു പൊടിപടലം കൊണ്ട് ദ്വാരകാപുരി മുഴുവൻ ഇരുട്ടിലാക്കി തീർക്കുവാനും ശ്വാലന് കഴിഞ്ഞു. പണ്ട് ത്രിപുരാസുരൻ ഭൂമിയെ ഇളക്കി മറിച്ച് ആകുലമാക്കിയത് തുല്യമായ വിപത്തുകളാണ് അയാൾ ദ്വാരകാപുരിയെ ആക്രമിക്കാൻ ഉപയോഗിച്ചത്. ഒരു നിമിഷം പോലും ശാന്തമായ അന്തരീക്ഷത്തിൽ കഴിയാനാവാത്ത വിധം ദ്വാരകാ നിവാസികൾ ആകെ പീഡിപ്പിക്കപ്പെട്ടു. അപ്പോൾ അത്ര ഭയങ്കരമായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ശ്വാലൻ ദ്വാരകയെ ആക്രമിച്ചത്. പ്രത്യുമ്നെ പോലുള്ള സേനാധിപന്മാരുടെ നേതൃത്വത്തിൽ ദ്വാരകാപുരിയിലെ ധീരയോദ്ധാക്കൾ ശ്വാലന്റെ ആകാശ വിമാനത്തെയും ഭടന്മാരെയും നേരിട്ടു. പൗരജനങ്ങളുടെ കടുത്ത കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ പ്രത്യുമ്നൻ സേനകളെ നിരത്തി സ്വയം ഒരു തേരിലേറി സംരക്ഷണം ഉറപ്പു നൽകിക്കൊണ്ട് പുരവാസികളെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഇളയ സഹോദരനായ ചാരുസേനൻ, സാമ്പൻ തുടങ്ങിയവരും സത്യാഗി, അക്രൂരൻ, കൃതവർമാവ്, ഭാനുവിന്ദൻ, ഗതൻ, ശുഗൻ, സാരണൻ തുടങ്ങിയ യുദ്ധവീരന്മാരും ചേർന്ന് ശ്വാലനെ നേരിടാൻ നഗരത്തിന് പുറത്തു നിന്ന് വന്നു. അവരൊക്കെ തന്നെ മഹായോദ്ധാക്കളുമായിരുന്നു. 1000 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ളവരായിരുന്നു ഓരോരുത്തരും വേണ്ടത്ര ആയുധങ്ങളുമായി സജ്ജരായിരുന്നു. അവർക്ക് ആയിരക്കണക്കിന് തേരാളികളും ആനകളും കുതിരകളും കാലാൾപ്പടയും സഹായത്തിനും ഉണ്ടായിരുന്നു. ഇരു കക്ഷികളും തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടന്നു. ദേവാസുര യുദ്ധം പോലെ പ്രചണ്ഡമായിരുന്നു ആ യുദ്ധം. അതിൻ്റെ ഭീകരത നേരിൽ കണ്ടവർ വിറപുണ്ടതുപോലെ തോന്നി. ഒട്ടും വൈകാതെ തന്നെ സൗഭ രാജാവായിരിക്കുന്ന ശ്വാലന്റെ ആകാശവിമാനത്തിന് നേരെ പ്രത്യുമ്നൻ പ്രത്യാക്രമണം നടത്തി. ആകാശവിമാനത്തിന്റെ ദിവ്യശക്തി കൊണ്ട് രാത്രിയിലെ പോലെ കനത്ത കൂരിരുട്ട് സൃഷ്ടിക്കാൻ ശ്വാലന് കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പ്രത്യുമ്നൻ ഉദയസൂര്യനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. സൂര്യോദയത്തിൽ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നത് പോലെ പ്രത്യുമ്നന്റെ ആവിർഭാവത്തോടെ ശ്വാലന്റെ ശക്തി പ്രകടനം നിഷ്ഫലമായി.
പ്രത്യുമ്നന്റെ അസ്ത്രങ്ങൾക്കൊക്കെ സുവർണ തൂവലും തണ്ടിന് മൂർച്ചയേറിയ വാക്കുകളുമുണ്ടായിരുന്നു. ഇത്തരം 25 അസ്ത്രങ്ങൾ അയച്ച് പ്രത്യുമ്നൻ ശാലന്റെ സേനാധിപളെ കഠിനമായിട്ട് മുറിവേൽപ്പിച്ചു. തുടർന്ന് 100 അമ്പുകൾ ശ്വാലന്റെ നേർക്ക് പ്രയോഗിച്ചു. അതും കഴിഞ്ഞ് ഓരോ ഭടനെയും ഓരോ അമ്പുകൾ കൊണ്ട് മുറിപ്പെടുത്തി. ഒരാൾക്ക് 1 എന്ന കണക്കിൽ അമ്പുകൾ കൊണ്ട് സ്വാരഥികളെ മുഴുവൻ വധിച്ചു. ആന, കുതിര തുടങ്ങിയ വാഹനങ്ങളെ 3 അസ്ത്രങ്ങൾ കൊണ്ട് കൊന്നൊടുക്കി. പ്രത്യുമ്നന്റെ അത്ഭുതകരമായ ഈ അഭ്യാസം കണ്ട് ഇരുഭാഗത്തുള്ള യുദ്ധവീരന്മാർ ആ ധീരകൃത്യത്തെ പ്രശംസിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ശ്വാലന്റെ ആകാശവിമാനം തികച്ചും നിഗൂഢത നിറഞ്ഞതായിരുന്നു. ചിലപ്പോൾ അനേകം വിമാനങ്ങൾ ആകാശത്തിൽ നിറയുന്നത് പോലെ തോന്നിക്കുന്ന അത്യസാധാരണമായിരിക്കുന്ന ഒന്നായിട്ട് അത് കണ്ടു. ചിലപ്പോൾ ഒന്നുപോലും ഇല്ലാത്തതുപോലെയും തോന്നിച്ചു. ചിലപ്പോഴത് ദൃശ്യമാകും, ചിലപ്പോൾ അദൃശ്യമാകും. മായാപ്രപഞ്ചത്തിൻ്റെ പ്രയോഗത്താൽ എന്ന മായാസുരനാണ് അത് നിർമ്മിച്ചത് തന്നെ. അതുകൊണ്ട് മായയാൽ മറയ്ക്കപ്പെടാനും അത് പ്രത്യക്ഷമാക്കാനും ദൃശ്യമാക്കാനും അദൃശ്യമാക്കാനും ഒക്കെ സാധിക്കുമായിരുന്നു. യുദ്ധവംശത്തിലെ യുദ്ധവീരന്മാർ വിചിത്രമായ വിമാനത്തെക്കുറിച്ച് ഒന്നും അറിയാനാവാത്തതിൽ അന്താളിച്ചു പോയി. അപ്പോൾ ഈ അത്ഭുതകരമായിട്ടുള്ള വിമാനം കൊണ്ടുള്ള യുദ്ധം തന്നെ അത്ഭുതകരമായിരുന്നു എന്നാണ് പറയണേ. അപ്പോൾ അത്തരത്തിൽ ഒന്ന് പലതായിട്ടും പലതിനെ ഒന്നാക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് മായാശക്തി ദൃശ്യമാകാനും അദൃശ്യമാകാനും ഒക്കെ ഒരേ സമയത്ത് തന്നെ അതിന് സാധിക്കുമായിരുന്നു. അനേക വിമാനങ്ങളായിട്ട് രൂപം കൊണ്ട് ഒരേപോലെ പ്രത്യാക്രമണം നടത്താനും സാധിക്കുമായിരുന്നു. അപ്പം ഇന്നത്തെ യുദ്ധങ്ങളൊക്കെ ഒരുപക്ഷെ അതിൽ നിന്നാണ് മനുഷ്യൻ്റെ ചിന്താശകലത്തിൽ ഉദിച്ചതും ഈ യുദ്ധവിമാനങ്ങൾക്കൊക്കെ ഫൈറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയതും അതിൽ നിന്നാകാം എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം പാരമ്പര്യമായിട്ട് തന്നെ ശ്രീകൃഷ്ണന്റെ കാലത്ത് തന്നെ ദ്വാരകയെ ആക്രമിക്കാൻ ശ്വാലൻ ഉപയോഗിച്ചിരുന്ന ഈ യുദ്ധവിമാനങ്ങളുടെയൊക്കെ പ്രതീകാത്മകമായ ഭാവങ്ങളാണ് ഇന്ന് വികാസം പ്രാപിച്ച് ഫൈറ്റേഴ്സായി മാറിയിരിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ചിലപ്പോഴത് ആകാശത്തിൽ പറക്കുകയും ചിലപ്പോഴത് കുന്നിൻ മുകളിൽ വിശ്രമിക്കുകയാകുന്നതും കാണാം. ചിലപ്പോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ടും കാണാം. അത്ഭുതകരമായിട്ടുള്ള ഈ വിമാനം അഗ്നിശലഭത്തെ പോലെ ആകാശ ദേശത്ത് കാറ്റിൽ പറന്നിരുന്നു. ഒരു നിമിഷം പോലും അത് നിശ്ചലമായിരുന്നില്ല. എന്നാൽ ആകാശ വിമാനത്തിൻ്റെ ഈ നിഗൂഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിമാനം ഭടന്മാരുമായിട്ട് ശ്വാലനെ കാണുന്നിടത്തൊക്കെ യാദവ സൈന്യത്തിലെ പടയാളികളും സേനാധിപന്മാരും അയാളെ നേരെ പാഞ്ഞു ചെന്നിരുന്നു. യാദവ സൈന്യങ്ങൾ പ്രയോഗിച്ചിരുന്ന അമ്പുകൾ സൂര്യനെപ്പോലെ തേജസ്സുള്ളതും സർപ്പജിഹ്വങ്ങളെപ്പോലെ ആവൽക്കരവുമായിരുന്നു. ശ്വാലനു വേണ്ടി പൊരുതിയിരുന്ന ഭടന്മാർ ഒന്നടങ്കം യാദവ സൈന്യത്തിലെ യോദ്ധാക്കളുടെ നിരന്തരമായിട്ടുള്ള ശരവർഷം മൂലം ഏറെ താമസിയാതെ തന്നെ കൊടിയ വേദനയിലാണ്ടു. ശ്വാലൻ പോലും അസ്ത്രങ്ങളുടെ ആക്രമണം മൂലം ബോധരഹിതനായിപ്പോയി. ശ്വാലനു വേണ്ടി പൊരുതുന്ന ഭടന്മാരും അത്യന്തം ബലിഷ്ഠന്മാരായിരുന്നു. ഭഗവാന്റെ തനി സ്വരൂപമായിരുന്ന പ്രത്യുമ്നനാണ് ഈ യുദ്ധത്തെ നയിച്ചിരുന്നത്. അത്ര പ്രത്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ ഇങ്ങനെ വിവിധ ഭാവത്തിൽ ഭഗവാന്റെ സന്തതികളായിട്ട് തന്നെ ജനിച്ചിരുന്നതും സത്യത്തിൽ ഭഗവാൻ തന്നെയാണെന്നർത്ഥം. അപ്പം പ്രത്യുമ്നന് അത്ഭുതകരമായിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ എല്ലാവിധ ശക്തികളും ഉണ്ടായിരുന്നു എന്നർത്ഥം. ശ്വാലന് വേണ്ടിയിട്ട് പൊരുതുന്ന ഭടന്മാരും അത്യന്തം ബലിഷ്ഠന്മാരായിരുന്നു. അവരുടെ അസ്ത്രപ്രയോഗം യാദവ സൈന്യത്തെയും ഏറെ പീഡിപ്പിച്ചു. പക്ഷേ യദുക്കൾ അവരുടെ തന്ത്രപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിന്നും ഒരിക്കലും അനങ്ങിയില്ല. അവർ അത്രയ്ക്ക് ശക്തരും ദൃഢനിശ്ചയമുള്ളവരുമായിരുന്നു. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ ഭരണം, ഇതായിരുന്നു അവരുടെ ദൃഢനിശ്ചയം. യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം, ജയിച്ചാൽ ലൗകിക സുഖം. ഈ കാര്യത്തിൽ അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പ്രത്യുമ്നൻ പ്രത്യുമ്നായിരുന്നു ഇവരുടെയൊക്കെ നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇരട്ടി ശക്തി പ്രകടമാകുന്ന പോലെ തോന്നി. ദ്യുമാൻ എന്നായിരുന്നു ശ്വാലന്റെ സർവ സൈന്യാധിപന്റെ പേര്. അയാൾ അതിശക്തനായിരുന്നു. പ്രത്യുമ്നന്റെ 25 അമ്പങ്ങളുടെ ആക്രമണമേറ്റിട്ടും തൽക്ഷണം അയാൾ പ്രത്യുമ്നെ കടന്നാക്രമിച്ചു. തൻ്റെ ഭീഷണമായിരിക്കുന്ന ഗത കൊണ്ട് ശക്തിയായിട്ട് പ്രത്യുമ്നെ ആഞ്ഞടിച്ചു. അദ്ദേഹത്തെ ബോധരഹിതനാക്കി. ഉടനെ ഇതാ അവൻ മരിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ ഗർജിച്ചുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചു. ഒരു സാധാരണ മനുഷ്യൻ്റെ മാറിടം വെവ്വേറെയായി കീറിക്കളയാൻ ശക്തമായിരുന്നു പ്രത്യുമ്ന്റെ മാറിലേറ്റ ആ ഗതാഘാതം.
അതുകൊണ്ട് തന്നെ ദ്വാരകൻ്റെ പുത്രനായിരുന്ന പ്രത്യുമ്നൻ്റെ സാരഥി, ദ്വാരകൻ്റെ പുത്രനായിരുന്നു പ്രത്യുമ്നൻ്റെ സാരഥി. വൈദികമായിട്ടുള്ള സൈനിക തത്വപ്രകാരം യുദ്ധസമയത്ത് തേരാളിയും തേരിലിരുന്ന് യുദ്ധം ചെയ്യുന്ന നായകനും പരസ്പരം സഹകരിക്കണമെന്നുണ്ട്. അങ്ങനെയിരിക്കെ യുദ്ധഭൂമിയിൽ അപകടകരവും സിക്തവുമായിരിക്കുന്ന യുദ്ധം നടക്കുമ്പോൾ നായകൻ്റെ രക്ഷയ്ക്ക് എത്തേണ്ടത് തേരാളിയുടെ കടമയാണ്. അതിനാൽ ദ്വാരകൻ പ്രത്യുമ്നനെ യുദ്ധഭൂമിയിൽ നിന്ന് ശാന്തമായ ഒരിടത്തേക്ക് മാറ്റി. 4-5 നാഴിക കഴിഞ്ഞ് പ്രത്യുമ്നന് ബോധം വീണു കിട്ടി. യുദ്ധഭൂമിയിൽ നിന്നും വിട്ട് മാറി മറ്റെവിടെയോ ആണെന്ന് താനെന്ന് കണ്ടപ്പോൾ തേരാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രത്യുമ്നൻ ഇങ്ങനെ പറഞ്ഞു: അത്യന്തം ഗർഹിണീയമായിരിക്കുന്ന കർമ്മമാണ് നീ ചെയ്തത്. എന്തിനാണ് നീ യുദ്ധഭൂമിയിൽ നിന്ന് എന്നെ മാറ്റിക്കളഞ്ഞത്? പ്രിയപ്പെട്ട സാരഥേ, ഞങ്ങളുടെ കുടുംബത്തിലെ ആരെയെങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയതായിട്ട് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. യുദ്ധത്തിനിടയിൽ അവരാരും യുദ്ധഭൂമി വിട്ടുപോയിട്ടുമില്ല. ഇങ്ങനെ മാറ്റിക്കളയുക വഴി എൻ്റെ മേൽ അപമാനത്തിൻ്റെ കനത്ത ഭാരമാണ് നീ ഏറ്റി വച്ചിരിക്കുന്നത്. യുദ്ധം നടക്കുമ്പോൾ ഞാൻ യുദ്ധഭൂമി വിട്ടുപോയി എന്നേ ആളുകൾ പറയുകയുള്ളൂ. പ്രിയപ്പെട്ട തേരാളി, നീ ഒരു ഭീരുവും വഴിയടയ്ക്കുന്നത് പോലെ ആയല്ലോ. അതുകൊണ്ട് പറയൂ, എനിക്കെങ്ങനെയാണ് നീ വലിയച്ഛൻ ബലരാമൻ്റെയും എൻ്റെ പിതാവായ കൃഷ്ണൻ്റെയും മുമ്പിൽ പോകാനാകുക? എല്ലാവരും എന്നെക്കുറിച്ച് പറയും ഞാൻ യുദ്ധരംഗത്ത് നിന്നും പലായനം ചെയ്തവനാണെന്ന്. അവർ എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എന്താണ് മറുപടി പറയാൻ കഴിയുക? പ്രിയപ്പെട്ട വീരനായക, താങ്കൾ എങ്ങനെയാണ് ഇത്ര ഭീരുവായത്? എങ്ങനെയാണ് താങ്കൾ ഷണ്ഡനായി തീർന്നത്? താങ്കളുടെ എതിരാളിയായിരിക്കുന്ന യോദ്ധാക്കളുടെ കണ്ണിൽ ഇത്തരം താഴ്ന്നു പോയല്ലോ നീ. എന്നെല്ലാം എൻ്റെ സഹോദര പത്നിമാർ പരിഹാസവചനങ്ങൾ കൊണ്ട് എന്നെ കളിയാക്കുകയില്ലേ? പ്രിയപ്പെട്ട സാരഥേ, യുദ്ധഭൂമിയിൽ നിന്ന് എന്നെ മാറ്റിക്കളയുക വഴി എന്നോട് കടുത്ത അപരാധം പ്രവർത്തിച്ചവനായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യുമ്നൻ്റെ വാക്കുകൾ കേട്ടിട്ട് സാരഥി ഇപ്രകാരം പറഞ്ഞു: ശ്രീമാൻ, ഞാൻ അവിടത്തേക്ക് ദീർഘായുസ് നേരുന്നു. രഥത്തിലിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഒരു സന്നിഗ്ധാവസ്ഥയിൽ അയാളെ സഹായിക്കേണ്ടത് തേരാളിയുടെ കടമയാണെന്ന് അങ്ങ് മനസ്സിലാക്കുമല്ലോ. ശ്രീമാൻ, അങ്ങ് യുദ്ധരംഗത്തെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അങ്ങ് സർവദാ പ്രാപ്തനും യോഗ്യനുമാണ്. സ്നിഗ്ധഘട്ടത്തിൽ പരസ്പരം രക്ഷിക്കേണ്ടത് തേരാളിയുടെയും യോദ്ധാവിൻ്റെയും കടമയുമാണ്. യുദ്ധത്തിൻ്റെ നിയാമക തത്വങ്ങളെക്കുറിച്ച് എനിക്ക് ശരിയായ അവബോധമുണ്ട്. അതനുസരിച്ച് ഞാൻ എൻ്റെ കടമ ചെയ്തു. ശത്രു അപ്രതീക്ഷിതമായിട്ട് തൻ്റെ ഗത കൊണ്ട് അങ്ങയെ അടിച്ച് ബോധം കെടുത്തി. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് അങ്ങ് അത്യന്തം അപകട പിടിച്ച അവസ്ഥയിലായിരുന്നു. അതിനാൽ ഇതുപോലെ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുകയായിരുന്നു. അതാണ് സാലിനോട് സാരഥി പറഞ്ഞ മറുപടി. ദ്വാരകാപുത്രനായി തേരാളിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി പ്രത്യുമ്നന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം കയ്യും മുഖവും കഴുകി ഒന്ന് ഉന്മേഷം വരുത്തി ശക്തി വീണ്ടെടുത്തു. വേണ്ട വിധത്തിൽ വില്ലും അമ്പും ധരിച്ച് സ്വാലന്റെ സൈന്യാധിപൻ നിൽക്കുന്നിടത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ തേരാളിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധരംഗത്ത് പ്രത്യുമ്നന്റെ അല്പസമയത്തുള്ള അഭാവത്തിൽ ശാലന്റെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന ദ്യുമാൻ യദുവംശത്തിലെ സൈനികരുടെ സ്ഥാനം കൈയടക്കിയിരുന്നു. യുദ്ധരംഗത്ത് പ്രത്യക്ഷപ്പെട്ടതോടെ പ്രത്യുമ്നൻ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യുമ്നെ സാരഥി തൽക്കാലത്തേക്ക് ബോധം കെട്ടുപോയ പ്രത്യുമ്നെ തൽക്കാലത്തേക്ക് യുദ്ധരംഗത്ത് നിന്ന് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ ബോധം വന്നപ്പോൾ പ്രത്യുമ്ന അത് തീരെ രസിച്ചില്ല. എന്നിട്ട് സാരഥിയോട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്, കാരണം ക്ഷത്രിയനായിരിക്കുന്ന ഒരു യോദ്ധാവും യുദ്ധക്കളം വിട്ടു പോകാൻ പാടില്ലെന്നാണ്. ഒന്നുകിൽ മരിച്ചു വീഴണം, ഇല്ലെങ്കിൽ മരണം വരെ പൊരുതുക എന്നുള്ളതാണ്. പക്ഷേ ബോധം കെട്ട തൻ്റെ നായകനെ രക്ഷിക്കേണ്ടത് സാരഥിയുടെ കടമയുമാണ്. അതുകൊണ്ട് സാരഥി അപ്രകാരം ചെയ്തു. ആ പ്രത്യുമ്ന്റെ വാക്കുകൾ ഒരുപക്ഷെ സാരഥിയെ വേദനിപ്പിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ സത്യത്തിന് വിരുദ്ധമായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നും താൻ എന്തുകൊണ്ടാണ് പ്രത്യുമ്നെ യുദ്ധരംഗത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാറ്റിയത് എന്നൊക്കെ സാരഥി വിശദീകരിച്ചു കൊടുത്തു. അതിൽ നിന്ന് കാര്യം ഗ്രഹിച്ച പ്രത്യുമ്നൻ പുനരാക്രമണത്തിനുള്ള തയ്യാറെടുത്തു. അപ്പോൾ ഈ പ്രത്യുമ്നും സാരഥിയും തമ്മിലുള്ള സംവാദത്തോടെയാണ് 75-ാമത്തെ അധ്യായം സമ്പൂർണ്ണമാകുന്നത്.
76-ാമത്തെ അധ്യായത്തിലാണ് സ്വാലന് മോക്ഷം അഥവാ സ്വാലവധം നടക്കുന്നത്. അപ്പോൾ യുദ്ധരംഗത്തേക്ക് തിരിച്ചു വന്ന പ്രത്യുമ്നന്റെ അല്പസമയത്തുള്ള അഭാവത്തിൽ സ്വാലന്റെ സർവ്വസൈന്യാധിപനായ ധുമൻ യദുവംശത്തിലെ സൈനികരുടെ സ്ഥാനം കൈയടക്കിയിരുന്നു. യുദ്ധരംഗത്ത് പ്രത്യക്ഷപ്പെട്ടതോടെ പ്രത്യുമ്നൻ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അസ്ത്രം പ്രയോഗിച്ചു. 4 അസ്ത്രങ്ങൾ കൊണ്ട് അയാളുടെ 4 കുതിരകളെയും ഒരസ്ത്രം കൊണ്ട് തേരാളിയെയും വധിച്ചു. മറ്റൊരസ്ത്രം കൊണ്ട് അയാളുടെ വില്ല് 2ആയി മുറിച്ചു. മറ്റൊന്നുകൊണ്ട് ധ്വജപതാക തുണ്ടമാക്കി. ശേഷിച്ച 8-ാമത്തെ അസ്ത്രം അയാളുടെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി. മറ്റ് മുന്നണികളിൽ ഗധൻ, സത്യാഗി, സാമ്പൻ തുടങ്ങിയ വീരന്മാർ സ്വാലിന്റെ ഭടന്മാരെ കൊന്നൊടുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. സ്വാലിനോടൊത്ത് വിമാനത്തിൽ കഴിഞ്ഞിരുന്ന ഭടന്മാരും യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അവർ സമുദ്രത്തിൽ വീണുപോവുകയും ചെയ്തു. ഇരു കക്ഷികളും എതിരാളികൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. ഭീഷണവും അപകടകരവുമായിരിക്കുന്ന യുദ്ധം 27 ദിവസം തുടർന്നു. പ്രത്യുമ്നും സ്വാലിനും തമ്മിലുള്ള യുദ്ധം അതിശക്തമായിട്ട് തന്നെ 27 ദിവസം നീണ്ടു നിന്നു. മഹാഭാരത യുദ്ധം പോലും 18 ദിവസമാണ് നിന്നത്. പക്ഷേ പ്രത്യുമ്നും സ്വാലിനും തമ്മിലുള്ള യുദ്ധം 27 ദിവസം തുടർന്നു. പ്രത്യേകിച്ച് പുതിയ രീതിയിലുള്ള ആക്രമണ രീതിയൊക്കെ സ്വാലൻ കൈവശപ്പെടുത്തിക്കൊണ്ടും ആകാശമാർഗമുള്ള ആ പ്രത്യേക വിമാനം കൊണ്ടുള്ള ശിവനിൽ നിന്ന് കിട്ടിയ വിമാനം കൊണ്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടൊന്നൊക്കെ അവിടെ സ്വാലിനെ ഒരുപാട് യാദവ സൈന്യത്തെ കൊന്നൊടുക്കാനും അവരുമായിട്ട് മല്ലിട്ട് 27 ദിവസം പിടിച്ചു നിൽക്കാനും സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ നേട്ടം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.